ഇന്ന് സോന് ഉള്ളി വെട്ടിക്കൂട്ടുണ്ട്. ഇന്ന് എന്ത് ബിരിയാണിയാ? ബീഫ് ബിരിയാണിയാ? ഇന്നേ നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂട്ടാനേ വെച്ചില്ല, കുറച്ച് മുരിഞ്ഞ തളിക്കുക ചെയ്ത്. അപ്പോൾ വൈകുന്നേരത്ത് നമുക്ക് എന്തായാലും കൂട്ടാൻ വെക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സുകന്യ മുട്ടക്കറി ഉണ്ടാക്കും, ഞാൻ മോരിക്കൂട്ടാനും ഉണ്ടാക്കും. വൈനാണോ ഈ ഒരു ചാക്ക് ഉള്ളി വെട്ടിക്കൂട്ടുന്നത്? മുട്ടക്കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇന്ന് കൂട്ടില്ല കേട്ടോ. പിന്നെ കുട്ടിയോള് ഉള്ളി മതി സുകന്യ, മുട്ട തോനിട്ടാ മതി. മുട്ടക്കറി അല്ലേ? അതെന്താണെന്നറിയോ? മുട്ടക്കറി ഗ്രേവി നല്ല വേണമെങ്കിൽ ചാറാക്കിയ പോരെ, വെള്ളം കൂട്ടിയോണ്ട് വെച്ചാ പോരെ. ഉള്ളി വേണം കേട്ടോ ഇവിടെ. അപ്പം എന്താ നമ്മുടെ കായ് അതേപോലെ തന്നെ കുമ്പളങ്ങിയും പാടയാണ് കേട്ടോ. നേന്ത്രക്കായ ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ലോ പറയുന്നൊക്കെ മനസ്സിലായി. എന്ത് സൂനി ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ലോ ഇപ്പൊ നിങ്ങളതൊക്കെ പറയണ അറിയാം. ഇവിടെ എന്താ കിടക്കണ്? ഞങ്ങളിപ്പല്ലേ ഉമ്മനഴി പോയി വന്നേ ഉള്ളൂ കേട്ടോ. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി വന്നു. എന്താ സാധനങ്ങളുടെയൊക്കെ ഒരു വില! എങ്ങനെയാണ് സാധാരണക്കാരൊക്കെ ജീവിക്കുക ദൈവം തമ്പുരാനറിയാം. ഒരു ദിവസം പണിയെടുത്താൽ ആകെ കിട്ടുന്നത് ചിലപ്പോൾ 900 ഉറുപ്പ്യയും ഒക്കെയാണ്. ചിലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കിട്ടില്ല. അത് അന്നന്ന് കടയിൽ കൊണ്ടേ കൊടും. മാവേലി സ്റ്റോറിലാണെങ്കിൽ ഒരു തേങ്ങയില്ല തോന്നും. പോക്കില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പോകുമ്പോൾ നാണം കെട്ട് വരികയാണ്. ഒന്നുമില്ല പറഞ്ഞിട്ടേ. അല്ലേ? എന്താ റേഷൻ കടയത്തെ ആദ്യം റേഷൻ കടയിൽ അരിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടേനെ. ഇപ്പോഴാണെങ്കിലോ റേഷൻ കടയിലും തവള വിളിച്ചു വരുത്തുന്നുണ്ട് മഴേനെ കേട്ടോ. പെയ്യട്ടെ മഴ പെയ്യും. ഓരോ നാട്ടിൽ നല്ല മഴ തവള മിണ്ടിയേറുന്നില്ല. ഇപ്പൊ തോട്ടയ്ക്ക് തവള ബഹളം വെക്കല്. ചോറ് മഴ കേട്ടോ. ഞങ്ങളിന്ന് കഞ്ഞി കുടിക്കാന്ന് മഴ നന്നായി പെയ്തിട്ടുണ്ട്. ഞങ്ങളിന്ന് കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചാട്ടോ. അപ്പൊ ഞാൻ എന്താണെന്നറിയോ മോരിക്കൂട്ടാൻ വെക്കുന്നത്. മോരിക്കൂട്ടാൻ അന്ന് വെച്ച് കഴിഞ്ഞാലേ നാളേക്ക് നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോരിക്കൂട്ടാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് തോന്നൂലേ അത്. എനിക്കും അനിയനും ഭയങ്കര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മോരിക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും 10-15 മുട്ടയുണ്ട്. ഈ ഉള്ളി പോരട്ടോ. 10 മുട്ടയെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി 5 മുട്ടയ്ക്ക് അടയ്ക്കാ പോവുക. 5 മുട്ടയ്ക്ക് അടയ്ക്കാ പോവുക. 5 മുട്ടയ്ക്ക് 5 മുട്ടയൊന്നും വേണ്ട, 10 മുട്ട മതി. നമ്മൾ 10 ആളല്ലേ ഉള്ളൂ. പക്ഷെ 10 മുട്ട പറഞ്ഞു കഴിഞ്ഞാൽ 2 മുട്ട കൂടുതലിടണം. ഇവിടെ പൊന്നുമില്ലേ മുട്ടപ്രാന്തനാ. എല്ലാവർക്കും ഒപ്പം കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതെങ്ങനെ എല്ലാവർക്കും ഒപ്പം കാണിച്ചു കൊടുക്കും? ഒപ്പം ഉണ്ടാക്കിയിട്ട് ഒപ്പം വിളമ്പുക. മുട്ട പൊട്ടിക്കുന്ന കണ്ടാൽ മതി. അപ്പോൾ അതോ നിട്ടില്ലേ കുറച്ച് തിന്നാ കുറച്ച് കളയാലാണ്ട് തിന്നാച്ച കുഴപ്പമില്ല. ആർക്കും കിട്ടില്ല. എന്നാ അനിയൻ എവിടെ പോയിക്കാന്നറിയോ? പുതുസേറി അത് സുകന്യനെ കൂട്ടാണ്ട്. അതാണ് ആകെ സങ്കടം. ആകെ സങ്കടം അതാണ്. ഏട്ടനപ്പം ഞങ്ങളെ കൂട്ടിയിട്ട് പോയിക്കൂടായിരുന്നില്ലേ? ഞാൻ പോണില്ലല്ലോ. ഞാൻ പോയോ? നിങ്ങൾ പോയോ? ആരപ്പോ പോയത്? ഞാനാണോ പോയത്? അവനാണോ പോയത്? നിങ്ങൾക്ക് അങ്ങനെ സങ്കടമാണ് പറഞ്ഞാൽ ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നേ. എന്തിനാ? അപ്പൊ ഞാൻ പോണില്ലല്ലോ. അപ്പൊ പോയവരല്ലേ കൂട്ടിട്ട് പോണ്ട്, പോവാത്തവരാണോ കൂട്ടിട്ട് പോണ്ട്? എന്താ അപ്പൊ ഇവര് കാണാത്തതല്ലേ പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടോണ്ട കടമ ആർക്കാ? നിങ്ങൾക്കല്ലേ. പോയവർക്കല്ല, നിങ്ങൾക്കും ഉണ്ടാ കടമ. എനിക്ക് കടമയില്ല. പിന്നെ ഈ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടെന്ന് കഴിഞ്ഞു വെച്ചാൽ പിന്നെ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ലാന്നാ? അതിനിപ്പോ എനിക്ക് പാലക്കാട് അവിടെ പോകാൻ താല്പര്യമില്ലെന്നല്ലേ. അത്ര ദൂരം പോയിട്ട് ഇപ്പൊ പാലക്കാട് എന്ത് പടിയാണ്? പുതുശ്ശേരി പടി. എനിക്കത് കാണാനുള്ള താല്പര്യമില്ല. അതുണ്ടെങ്കിലല്ലേ നിങ്ങളെ കൊണ്ടുപോവാ. അതുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് ദൈവം ആ കഴിവ് തരാതിരുന്നത്. ഏത് കഴിവ്? എന്താണെന്നറിയോ? പൂരം വേല ഇഷ്ടമല്ലാത്തത് അതൊരു കഴിവാണ് കേട്ടാ. ചിലവർക്ക് ചെണ്ട ഇങ്ങോട്ട് കൊട്ടുന്ന കണ്ടു കഴിഞ്ഞല്ലേ താളം പിടിക്കാൻ നിൽക്കും. അതൊരു കഴിവല്ലേ? കിച്ചുമൊക്കെ നോക്കിക്കോളും വലുതായ. ചെണ്ട എവിടെയാണ് കൊട്ടുന്നത് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും അവനെ ഒന്ന് പിടിച്ചൊതുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആരെ പിടിച്ചൊതുക്കാൻ പറ്റില്ല? അറിയാം. കിച്ചു ഇവിടുത്തെ പൂരത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു മരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്കനൊക്കെ എന്തായിരുന്നു ചാട്ടം ഡാൻസ് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഈ ചാടിയില്ലേ? ചാടണ്ടേ? പിന്നെന്താണ്? അത് ശരി. അടുത്ത കൊല്ലം എന്തായാലും എന്റെ പൂരത്തിനൊക്കെ അവര് ചാടണേ. ഞാൻ ചാടി മറിഞ്ഞിട്ട് നിങ്ങളെന്തിനാ പൂരത്തിന്? ഞാൻ വീട്ടിൽ നിന്ന് ചാടിയല്ലോ. അങ്ങോട്ട് പോവാ സമയം കിട്ടാത്തോണ്ട് വീട്ടിൽ നിന്ന് ചാടി. അവിടെ കോട്ട് കേട്ടപ്പോ കുളി റൂമിന്റെ ഉള്ളിൽ നിന്ന് ചാടിയിട്ടുണ്ടാവും അവര്. എന്താ വേറുള്ളവരൊന്നും കാണാത്ത
എനിക്ക് അപ്പോഴേ സമയം കിട്ടിയല്ലോ അല്ല അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ തൽക്കാലം വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാടി. അതിനെ കുളി റൂമിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ചാടിയിട്ടുണ്ടാവും പറയാ. കുളി റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് ചാടില്ല, എന്നാൽ വഴിക്ക് വീണാലോ. നമ്മുടെ മോരുക്കൂട്ടല്ലേ, മോരുക്കൂട്ടാൻ വെക്കുന്ന സമയത്ത് പല രീതിയിൽ മോരുക്കൂട്ടാൻ വെക്കും, എല്ലാ കഷ്ണം ഇട്ടിട്ടും ഒക്കെ വെക്കില്ലേ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോരുക്കൂട്ടാൻ എങ്ങനെയാണെന്ന് അറിയാം, പച്ചമുളക് അരച്ചിട്ടുള്ള മോരുക്കൂട്ടാനാണ് കേട്ടോ. പച്ചമുളക് മുളക് പൊടി ഇടാണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പം മുതൽ ഇവിടെ അമ്മയാണ് പറഞ്ഞാൽ വെച്ചാൽ ഈ മുളക് പൊടി ഇട്ടിട്ടേ മോരുക്കൂട്ടാൻ വെക്കുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇടും. പക്ഷെ ഇവിടെ വെളുത്തുള്ളിയൊന്നും ഇടില്ല കേട്ടോ. വെളുത്തുള്ളി മോരുക്കൂട്ടാനിൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ, അതേപോലെ മുരിങ്ങയിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം അമ്മ വെളുത്തുള്ളിയൊന്നും അങ്ങനെ കൂട്ടാണ്ട് ഇവർക്ക് കറി വെച്ച് കൊടുത്തു. ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും വെക്കും കേട്ടോ. ആദ്യത്തെ ആൾക്കാരൊന്നും എല്ലാ ആൾക്കാരും വെളുത്തുള്ളിയൊക്കെ കൂട്ടും. ആദ്യത്തെ ആൾക്കാർക്ക് ഈ വെളുത്തുള്ളി ഇട്ട്, അമ്മയ്ക്ക് തന്നെ മുരിങ്ങയിൽ വെളുത്തുള്ളി ഇട്ടാ കണ്ടില്ലേ പറയുന്നത്, എന്തിനാ അത് വെളുത്തുള്ളി ഇട്ടേക്കുന്നത്, ചക്കയിൽ വെളുത്തുള്ളി ഇടാത്ത ആൾക്കാരുണ്ടോ. ഞാൻ വന്നിട്ട് ഞാൻ വെളുത്തുള്ളി ഇടാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചക്കയിലൊക്കെ ഗ്യാസിന് വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ അതാണ് ചില ഓരോ ടേസ്റ്റ്. നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ള മോരുക്കൂട്ടാൻ കിട്ടണമെങ്കിൽ ഗുരുവായൂർ പോകണം. പൊടിയരിക്കഞ്ഞി, ഞാൻ പൊടിയരിക്കഞ്ഞിക്ക് പാർസലാക്കിയിട്ടാണ് വരുന്നത്. ഞാൻ പൊടിയരിക്കഞ്ഞി അല്ല കേട്ടോ, പൊടിയരി കഞ്ഞിയല്ല, പൊടിയരി ആരെങ്കിലും പ്ലാസ്റ്റിക് കവർ കെട്ടി തരും. എന്താ സൂര്യ, നാളെ കുട്ടിയോടെ കൊണ്ടുപോകുമ്പോഴേ മുളകും മല്ലി ഒന്ന് പൊടിപ്പിച്ച് വരണം കേട്ടാ. എന്താ പൊടിയരിക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടില്ലേ, നാളെ മട്ടരി ഇട്ടിട്ട്, നെല്ലുത്തരി എത്ര ഇത് എന്താ ഒരു കുത്തുന്ന കണ്ട. ഇതാണ് നമ്മുടെ നെല്ല് പുഴുങ്ങി കുത്തിയിട്ട് അരി ഉണ്ടാക്കില്ലേ, മറ്റേത് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, നമ്മുടെ വീട്ടില് നമ്മുടെ നാടൻ പാലക്കാടൻ മട്ടരി. അപ്പൊ ആ മട്ടരി കണ്ടപ്പല്ലേ 2 കിലോ വാങ്ങി. എന്താ വില വെച്ചിട്ടാ മക്കളെ വാങ്ങില്ല, 51 രൂപ. ഞാനപ്പല്ലേ നാളെ വൈകുന്നേരത്ത് കഞ്ഞി ചെറുപയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയുണ്ട് വടക്കുന്നാഥൻ ഞങ്ങളുടെ വടക്കുന്നാഥൻ പാടിയതാണ്. അപ്പോ എന്താ കണ്ടോ കോഴിമുട്ട, പ്ലാസ്റ്റിക് മുട്ടയാണോ ഭഗവാനെ, അതല്ലെങ്കിൽ മുട്ട പകുതി പൊട്ടി പോകുന്നുണ്ട്. നിർത്തട്ടെ. അപ്പോൾ ഈ ഉണ്ടാക്കില്ല മുട്ടക്കറി. ഞാൻ മോരുക്കൂട്ടാൻ കേട്ടോ. ഉള്ളി നല്ല പോലെ വാട്ടിയിട്ട് ഉണ്ടാക്കിക്കോ. ഇത് ഈ വാങ്ങില്ലേ, ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരവട്ടെ. അപ്പോൾ ഇതാണ്ടോ ഇത്രയും ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുക എന്താണ്, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ പൂരം കഴിഞ്ഞ് പറമ്പ് പോലെ എക്കിക്കണല്ലോ. തേങ്ങ ആദ്യം ചെക്ക് ചെയ്തോ. നമ്മളെടുത്തതൊന്നല്ല, അവരെടുത്തതാ. ഇത് കേട് വന്നിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? കടയിൽ പോയി പറയണ്ടോ, ഇത്രക്ക് തേങ്ങ വാങ്ങിയിട്ടൊക്കെ കേടാണെന്ന് എന്തൊക്കെയാ. അന്ന് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയമാതിരി എല്ലാ തേങ്ങയും കേടുന്നു പോയില്ലേ. എല്ലാ തേങ്ങ അതിനെ പറയണേ, തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ തേങ്ങ വാങ്ങിയിട്ടില്ലേ 5 തേങ്ങയൊക്കെ ഇടുന്നു അല്ലേ. അപ്പോൾ എന്താ അടയ്ക്കുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ, എന്താ ആ മരം മുറിച്ചു കേട്ടോ. അപ്പോൾ ആ മരം മുറിച്ചപ്പോൾ പച്ചടക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ അമ്മ പറഞ്ഞു, എന്നാൽ അതിന് തേങ്ങ വാങ്ങിക്കോളി മൊത്തം പറഞ്ഞു. അങ്ങനെ നമ്മൾ തോനെ തേങ്ങ വാങ്ങിയിട്ട് ആ തേങ്ങയാണെന്ന് വെച്ചാലോ രൂപമില്ലാതെ നേരെ ഒറ്റ. നാളെ സൈഫുത്താത്തുണ്ട്, ഞാൻ തേങ്ങ ഇങ്ങനെ വെട്ടുമ്പോൾ ഞാൻ നിനക്ക് വെട്ടി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വേഗം വെട്ടി തന്നു. ഒക്കെ അധികം മൂത്തിട്ടൊന്നുമല്ല, മധുരല്ല മധുരമില്ലാത്തോണ്ടോ? മധുരം ഉണ്ടല്ലോ. അത് വേനൽക്കാലല്ലേ, നല്ല മധുരം ഉണ്ടാവുള്ളത്. നല്ല മധുരം ഉണ്ട്. മധുരം ഉള്ളതും കൊണ്ട് അവൾക്ക് കൊടുത്തു, മധുരം ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുവോ? മഴക്കാലാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെള്ളം പോലെ ഉണ്ടാവും. ആ ചിരവ മാന്തി ഒന്ന് എടുക്കുവോ? സുനെ ഇങ്ങനെ പെണ്ണ് നോക്കുമ്പോൾ നോക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചിട്ട് 4 കുലുക്കലുണ്ട് കുലുക്ക പാത്രത്തോടെ. എന്നിട്ട് നോക്കുമ്പോല്ലേ മൊത്തം തോട് പോയിട്ടുണ്ടാവും. എത്ര എളുപ്പാച്ചിട്ടാ. അങ്ങനെ എളുപ്പ പണികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല പറഞ്ഞല്ലോ. എന്ത് കൃമിയോ? എവിടെ കൃമി?
ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് ക്രിമേഡിയായി അല്ലേ? മര്യാദയ്ക്ക് പോയിട്ട് പണ്ട് പറയായിരുന്നില്ലേ എന്താ എന്നെ കാണുമ്പോ നിനക്ക് എന്താടാ അത്ര കൃമി കടിക്കുന്നത് ചോദിക്കും. വെറുതെ വാശി പിടിക്കുമ്പോ ചോദിക്കും എന്നെ കാണുമ്പോ നിനക്ക് എന്താടാ അത്ര കൃമി കടിക്കുന്നത്. ഒന്നുമില്ലമ്മ എന്നാലും എന്താടാ നിനക്ക് എന്നെ കാണുമ്പോ എത്ര ദേഷ്യം ചോദിച്ചിട്ട് എന്താ അമ്മ അങ്ങനെ പറയായിരുന്നു. ഇപ്പൊ കുഞ്ഞങ്ങനെ പറയുമ്പോ ചിരി വരികയാണ്. കറുവത്തുങ്കായല്ലേ പപ്പായ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇവരൊന്നും കഴിക്കില്ല മറ്റവർക്കൊക്കെ. പിന്നെ നമ്മുടെ പപ്പായപ്പില്ലല്ലോ ആ മരം വെട്ടിക്കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഈ ഏട്ടനില്ലേ ഞാനേ എത്ര വീട് പണി കഴിഞ്ഞ് കയറി താമസം കഴിഞ്ഞിട്ട് പാലുകാച്ചിൽ എപ്പോഴാടി കഴിഞ്ഞു സു? ഓണത്തിന് പാലുകാച്ചിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കയറി താമസം ഡിസംബർ 28-ാം തീയതി കയറി താമസം. അപ്പൊ തുടങ്ങി ഞാൻ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ. ഏട്ടാ 2 തെയ്യ് എന്തെങ്കിലും തെയ്യ് കൊണ്ടേ വെക്കുക നമുക്ക് അവിടെ. മൂച്ചിയുടെ എന്താ പ്ലാവിന്റെ ഒരു തെങ്ങ് ഇതൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കാന്ന്. നീ അങ്ങനെയൊക്കെ പറയും. ഏട്ടൻ വാങ്ങി തരില്ല കേട്ടോ. മരം വെക്കേണ്ട സമയം മുട്ട വേനൽക്കാലത്താണല്ലോ മരം വെക്കുക. ഞാൻ പറഞ്ഞത് മഴക്കാലം ഉഷാറാവും. നാള് ഞാൻ പറഞ്ഞു കേട്ടോ, പാലക്കാട് പോയപ്പോലെ പാലക്കാട് പോകുമ്പോ കടലാസ് പൂക്കള് എന്തോരു ചന്താണ് ഈ കടലാസ് പൂക്കള്. നല്ല ചന്ത മഴക്കാലത്ത് വെക്കാം. അപ്പൊ അവിടെ നല്ല നനവ് കിട്ടുന്ന സമയത്ത് കൊണ്ട പോലെ ഇട്ടുള്ള കടലാസ് പൂക്കൾ കേട്ടോ. നമ്മുടെ രാധേട്ടന്റെ വീട്ടിലും പ്രമോദേട്ടന്റെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അതില്ലേ ഭയങ്കര വലുപ്പായിട്ട് ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കണ്ട ആ സാധനം തന്നെയാണ് അവിടെ ഉള്ളത്. അവൻ ഞാൻ ഏട്ടനെടുത്ത് പറഞ്ഞു ഇതിൽ ഇത്രയൊന്നും വലുതാവില്ല തോന്നുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ അങ്ങനെ പന്തരിച്ച് നിൽക്കണേ. അപ്പോൾ ഞാൻ ഉമ്മർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ വാങ്ങുക പറഞ്ഞ പനിയേട്ടൻ പറഞ്ഞു വെള്ളം മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലേ പിന്നെയാണ് ഇപ്പോൾ ഇനി എന്തായാലും മഴ തുടങ്ങട്ടെ. നമുക്ക് ഈ ചെടിച്ചട്ടികളില്ലേ നമ്മുടെ ഈ സൈഡില്ലേ ആ സ്റ്റെപ്പ് എവിടെയെന്ന് അറിയോ? സൈഡ് എന്ന് പറയുന്നത് നമ്മൾ മതിൽ കെട്ടിയിട്ടില്ലേ, മതിൽ കെട്ടിയതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നിരത്തി വെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ പിന്നെ ഒരു ഡയലോഗ് പറയൂട്ടോ. എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ അനിയേട്ടൻ പറയണവര് അപ്പുറം ഉള്ളവർ ചീണത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ വരായ്ക്ക് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. ആവുമ്പോ വാങ്ങും, നീ തോരും കെടുത്തണ്ട പറയും. അതങ്ങനെയാണ് അതിന്റെ ശരി. അപ്പുറത്തപ്പുറത്തുള്ളവരെ കണ്ടിട്ടല്ല ജീവിക്കണ്ട്. അപ്പുറത്തപ്പുറത്തുള്ളവരെ കണ്ടിട്ടല്ല ജീവിക്കണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയൂ. അപ്പൊ നമുക്ക് പറ്റുമ്പോൾ ജീവിക്കും. ആന വണ്ടിയിട്ട് കണ്ടിട്ട് അതന്നെ കഥ. അങ്ങനെയാണ് ജീവിക്കാൻ പറ്റുമോ? അല്ലാണ്ട് അവരും ജീവിക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കാൻ പറ്റും. ഞാൻ വെറുതെ തമാശക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഏട്ടാ. നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം, ബാക്കിയുള്ളവർക്കെല്ലാം അറിയാം. അത് ശരിയാണ്. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഏട്ടാ നമുക്ക് ബുള്ളറ്റ് വാങ്ങണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ബുള്ളറ്റ് വാങ്ങണം പറയാൻ കേട്ടോ. എടുത്ത വായിക്ക് പറയും. അപ്പുറപ്പുറമുള്ളവരുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം ഞാൻ ചെടി വാങ്ങാൻ പറഞ്ഞപ്പോഴാണ് അതന്നെ പറഞ്ഞത്. എന്താ നമുക്ക് വാങ്ങാം പ്രസി, വെള്ളം ഉണ്ടാവട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് വാങ്ങാന്ന്. നമ്മൾ കുഴക്കിണർ ഇപ്പോൾ കുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്താണെന്നറിയോ കുത്താൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞത്? പറയട്ടാ ആ സ്ഥലം എന്തോന്ന് പറഞ്ഞു. കേട് വന്ന മുട്ട ആ സംഭവം ഉണ്ട്. മുട്ട വാങ്ങണേലൊക്കെ ഉണ്ട് കേട്ടപ്പോ. ഞാൻ ഇന്ന് രാവിലെ വേറെ എടുത്താൽ മതി. അവിടേക്ക് ചൂടായിട്ട് കണ്ടോ അതുണ്ട് എന്നെ പറഞ്ഞേ. അപ്പം ഞാൻ ഇന്ന് രാവിലെ 2 മുട്ട പുഴുങ്ങിയിട്ട് 1 മുട്ട കിട്ടിയില്ല. 1 മുട്ട കേടെന്ന് പോയി. ഇതിപ്പോൾ ഒന്നരാടെ സംഭവിക്കുന്നുണ്ട്. അത് ചൂടധികമായിട്ടാവുന്നുണ്ടേ. എന്ത് ചൂടധികമാണ്? തീ കത്തിച്ച ചൂടധികമായി എന്ന് പറഞ്ഞു. തീ കത്തിക്കുന്ന ചൂടധികമായിട്ടെന്ന് പറഞ്ഞു. അല്ല എന്താ ഇതിന്റെ ചൂടധികമായിട്ടാവുന്നു. എന്തിന്റെ? കാലാവസ്ഥയുടെ ചൂടാ? എന്തിന്റെ പറ? കാലാവസ്ഥയുടെ ചൂടേ. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിലിട്ട വേവിച്ച അതെന്നല്ലെങ്കിൽ അതിന്റെ എന്ന് പറയാ. കാലാവസ്ഥയുടെ കേട്ടാ. സോറി. ഞാനില്ലേ എന്താ എനിക്ക് ചില സമയത്തൊക്കെ ഒരു അബദ്ധങ്ങളെ പറ്റണുള്ളൂ. ചില സമയങ്ങളിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാറില്ല എന്ന് പറ. അബദ്ധങ്ങളെ പറ്റണുള്ളൂ. എനിക്ക് എന്റെ കുറവുകൾ നല്ല ഉത്തമമായ ബോധമുണ്ട് മനുഷ്യ എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് എന്റെ കുറവുകൾ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടില്ലേ ഞാൻ ഇടയ്ക്കൊക്കെ പറയുമ്പോ തെറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ തിന്നു നോക്കാം. സുഗനിയുടെ മുമ്പിലേ വെക്കണ്ട. എടിപെടുത്ത ചൂല് എവിടെ വേണേ? ചൂല് എവിടെ? എന്റെ ദൈവമേ, ചൂലും കാണില്ല, ചീർപ്പും കാണില്ല, ഒരു തേങ്ങയും കാണില്ല.
ഇവിടെ നിന്ന് അടിച്ചു വൃത്തിയാക്കി എവിടെ ചൂലൊക്കെ കട്ടിലടിയിലോണ്ടെടുത്തേക്കിന് ഇപ്പോ അടിച്ചോരി എടുക്കണ ചൂല് ഇനി വിചാരിക്കും തല്ലൂടാണെന്ന് വെറുതെ പറയുകയാണ് കേട്ടോ ശൈലി അങ്ങനെ ആയിപ്പോയി എവിടെ ചൂല് ഇനി സുകന്യ എവിടെയെന്ന് അറിയോ ഇനി ഇവിടെ പൊരി വാങ്ങിട്ട് വരരുത് പറയാം കേട്ടോ എവിടെ ഏട്ടാ കൂടെ അല്ലേ അതിന് തന്നെ നിങ്ങൾ പൊരി വേണോ പോകുമ്പോ പറയില്ലേ പൊരി വാങ്ങിട്ട് വരും പൊരി വാങ്ങിട്ട് വരും ഇത് ആദ്യമായിട്ടാണല്ലോ ഇപ്പോ എന്നത്തെ പതിവല്ലേ പൊരി വാങ്ങിട്ട് തീറ്റില്ലാണ്ട് പോയിട്ട് സുകന്യ ഇന്ന് അവിടെ വന്ന് കടന്നോന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സുകന്യ ഞാൻ പോത്ത് പോലെ കടന്നുറങ്ങിയിരുന്നു അച്ചു വന്നിട്ട് പറയാം മേമി പൊന്നൂസൊക്കെ ഉണ്ടായിരുന്നു അമ്മ അവിടെയാണ് അപ്പോഴാണ് അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറി ഫാനും ഇട്ട് സുഖമായി കടന്നുറങ്ങി പൊരി പൊരി എടി മിണ്ടാപ്രാണികൾക്ക് തിന്നാൻ കൊടുത്തൊക്കെ പുണ്യം കിട്ടും പുണ്യം മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം തിന്ന് ചങ്കുന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പ കുറ്റം പറയും ഉപ്പില്ല എരിവില്ല പറഞ്ഞിട്ട് പക്ഷെ മിണ്ടാപ്രാണികൾക്ക് കൊടുത്തൊക്കെ അവരില്ലേ പറയൂല്ല അവര് നന്ദിയോടെ വാലാട്ടും ചെയ്യും ഒരു നേരം കൊടുത്തു കഴിഞ്ഞാ അറിയോ എനിക്ക് പട്ടികളെ പൂച്ചകളെ ഇഷ്ടാട്ടോ പൂച്ചേനെ ഇഷ്ടമല്ല അത് ഞാൻ എപ്പോഴും പറയാറില്ലേ പട്ടീനെ എനിക്ക് ഇഷ്ടമാണ് പൂച്ചേനെ പൂച്ച വാലാട്ടത്തുണ്ടോ പൂച്ചേനെ പക്ഷെ ഇവിടെ അനിയേട്ടൻ പൂച്ച വാങ്ങണം എന്ന് പറയാൻ പറഞ്ഞിട്ട് കുറെ കിട്ടും അപ്പൊ നമ്മള് പൂച്ച വാങ്ങും ഇതാ നോക്കിയിട്ട് വെള്ളം ഏത് പാത്രം ചോർച്ചുണ്ടായത് ജീരകം ഇട്ടിട്ട് അരക്കട്ടെ അത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇതാട്ടോ നമ്മുടെ മോരില്ലേ മോരക്കൂട്ടാൻ്റെ ഒഴിച്ചു ഉമ്മനഴി അല്ലെങ്കിൽ മീൻ ഉണ്ടാവണതല്ലേ ചേട്ടാ ഉമ്മനഴി മീൻ കടയിൽ മീനുണ്ടല്ലോ അത് നത്തളേ എത്ര നേരം ഇരുന്ന് നേരേക്കണത് അത് മീനല്ലേ ഇപ്പൊ ഞാൻ കടയിൽ തന്നെ ഏട്ടൻ കടയിൽ തന്നെ വാങ്ങുള്ളൂ മറ്റേത് മീൻ നന്നല്ല അതുകൊണ്ടാണ് മത്തിയൊക്കെ കൊണ്ടുവരുമ്പോ കണ്ട നല്ലത് ഏയ് ഹിന്ദിക്കാരൊന്നുമില്ല അച്ച കുച്ച പറയുന്ന ആൾക്കാരൊന്നുമില്ല ഓൺലി മലയാളീസ് അതിൽ മീറ്റ് മസാല ഇട്ടോ മുട്ട വെന്തിരിടാ അല്ലേ അതെവിടെ സംഭവം ഉപ്പ് നോക്ക് അത് മോരിക്കൂട്ടാൻ വെച്ചത് തോന്നിട്ട് സൂന്യേ അമ്മുട്ടി അച്ചുട്ടി കൂട്ടിയൊക്കെ മോരിക്കൂട്ടാൻ വെച്ച് വെച്ചതാണേ നാളെ രാവിലെ എന്തായാലും മുട്ട വെച്ചാല് സൂന്യേ കഷ്ണം എല്ലാവരും കഴിക്കും കഷ്ണം എല്ലാവരും കഴിക്കും കേട്ടോ മുട്ട വേണ്ടേ മോരിക്കൂട്ടാൻ വേണ്ടോ ഈ ഇടങ്ങറാവണ്ട എന്റെ മുട്ട ഞാൻ തിന്നോളാം ട്ടാ വല്ലാണ്ട് കോഴിമുട്ട തിന്നണ്ടാ ഈ ചൂട് സമയാണ് അത് മുട്ട ഫാൻ്റെ തൊട്ട് പോയിരുന്നാ മതി എന്തായാലും കിച്ചുവിന് പറ്റിയായിരുന്നു അല്ല വെളിച്ചെണ്ണ കുപ്പിയോടെ അതാ ആരുടെ കാറ് പോണു മൂന്നെണ്ണം ബാക്കി എന്തിന് ആർക്ക് അത് ഇതിലിട്ട് കഴുകി കൊടുത്താൽ മതി എന്നാ പിന്നെ ഇടാതെ എന്നാ പോരല്ലേ വരി തെറ്റണ്ട വരി വരിയായിട്ട് ഇട്ടോ ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്താന്ന് പാട്ട് പാടാനുള്ള മൂട് ഒട്ടകല്ല കോഴി മാർക്കാ തുള്ളി എണ്ണ കൂടി നീ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൽ തുള്ളി എണ്ണ കമ്മിയായി അപ്പം ഞാൻ അതിൽ എണ്ണ കൂട്ടി കണ്ട ഒന്നും കൂടി ഇളക്കി ചറ പറ നാക്കു കുട്ടി അവിടെ വെച്ചോ ഈ മുട്ട ഇവിടെ വെച്ചോന്ന് ആ
എന്നിട്ട് തുണിയിട്ട് പിടിക്ക് അതൊക്കെ പാടം ഇങ്ങോട്ട് താത്തി എനിക്ക് വേണട്ടോ തുണി. തിരക്കിയിട്ട് ഉലുവ ചീനച്ചട്ടി മാറ്റാൻ പറയരുത്. ചീനച്ചട്ടി നമ്മൾ മാറ്റും. ചീനച്ചട്ടി മാറ്റില്ല കുറേ മാറ്റി ഇനി മാറ്റില്ല എന്ന് പറഞ്ഞാൽ മതി, അപ്പം മാറ്റാൻ പറ്റും. ഇവിടെ മോരുകൂട്ടാൻ കണ്ടോ? മോരുകൂട്ടാനായേ ആ ഗ്യാസ് കമ്മിയാക്കി പറഞ്ഞേ. നിങ്ങൾ എങ്ങനെയെങ്കിലും വലിക്കും. ചേട്ടാ മുട്ട കുഞ്ഞുണ്ണിയെ ആ അതാ എൻ്റെ മുട്ട. പേരെഴുതി വെച്ചോ, ഇനി മാറിപ്പോവും ആ സമയത്ത്. പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയരുത് കേട്ടോ. വെള്ളമൊക്കെ തുടച്ചു വന്നിട്ട് കേട്ടാ എന്താ കുഞ്ഞുണ്ണി ഇങ്ങനെ അങ്ങട് ഉപ്പ് നോക്ക് സൂര്യനെ. ഇനിയിപ്പോൾ അതിന് ആരെ വിളിക്കുന്നത്? പിന്നെന്താണ് മുട്ട അവർക്ക് എരിവ് കുറച്ച് കൂടും. ആ എരിവ് കുറച്ച് കൂടുമോ? മൊത്തത്തിൽ മോരൊക്കെ വെക്കേണ്ട ഒരു ഇത് തിന്ന് ചെറിയ എരിവ് മതി, ഒരുപാട് എരിവ് വേണ്ട. പറ്റിയില്ല അല്ലേ? അപ്പം എന്ത് ചെയ്യിനി? മോരുകൂട്ടം കൂട്ടിയിട്ട് പോണ ചോറ് കൊടുത്താൽ ആ മൂത്രത്തിൽ കല്ലൊക്കെ ഉണ്ടായതല്ലേ. ഇന്നിപ്പോൾ എന്താ കുറച്ച് മതിയോ? മോരുകൂട്ടാൻ വേണോ മീൻകറി വേണോ? മീൻകറി വേണോ? മുരിഞ്ഞക്കൂട്ടാൻ വേണോ? മോരോ എന്നാ എനിക്ക് മോരിൻ്റെ ആളാണ് കേട്ടോ. അതാ കുഞ്ഞുണ്ണിക്ക് എന്താ വേണ്ട? മോര് കറി വേണോ? കഷ്ണം കഴിക്കുന്നത് നല്ലതാ അറിയോ? മുട്ട മാത്രം മതിയോ? മുട്ട മാത്രല്ല ചോറും. അത് വലിയ അതവിടെ എന്നാ കുഞ്ഞുണ്ണി ചോറ് കൂട്ടി തിന്ന്. മുട്ട ചോറ് അതിൽ ചോറ് വെച്ചോ. മോരുകൂട്ടാൻ ചോറ് അവിടെ വെച്ചിട്ട് മുട്ട മാത്രം തിന്നിട്ട് വരരുത്, ഒക്കെ തിന്നണം. പല്ല് വായ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? എന്തിനാ വായ കൊടുക്കുന്നത്? ആ പുഴുപ്പല്ല എല്ലാവരും കാണില്ലേ? അമ്മോ കുഞ്ഞു നീ അച്ചാർ എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടാ. എല്ലാവർക്കും നല്ല ഇഷ്ടാ. വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണ നല്ലതല്ലാത്ത വെളിച്ചെണ്ണ. നല്ലത് മണ്ണെണ്ണ ഉണ്ടാവണോ? എന്നാ നല്ല അത് വരട്ടെ. എന്നാ കളറില് പിന്നെ മുരിഞ്ഞ മാത്രം മതിയെന്ന്. നീ എന്ത് കുട്ടികളാണ് വയറിനൊരു ചോറ് തിന്നോളണം. മുരിഞ്ഞാലും ശരി കരിഞ്ഞാലും ശരി കേട്ടോ. അച്ചാറ് നല്ല മണം. ഇത് കൂട്ടി കഴിക്കണേ. എണ്ണല്ല കഞ്ഞില്ല. രാത്രി ആൺകുട്ടികൾ കഞ്ഞി കുടിക്കല. ആ മോര് കറി ഒഴിച്ചു കൊടുക്ക്. ഏത് കറിയും പറ്റില്ല പറഞ്ഞാലോ? കുഞ്ഞിന് എൻ്റെ ചക്കന് ആർക്കാ? ഞാൻ പൊന്നൂസിനല്ലേ മുട്ട വേണോ? അത് വലിച്ചു പൊളിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്നേ നേരം വഴുകി നമ്മുടെ ഏട്ടാ. നേരം വഴുകിയിട്ടൊന്നുമില്ല, ഞങ്ങൾ കഴിക്കേണ്ട സമയമായിട്ടേ ഉള്ളൂ. ഏട്ടന് എത്ര വേണ്ടല്ലോ? കുറച്ച് ചോറ് മതിയേ. ഒക്കെ കേടെത്തിയില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ടില്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിലേ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറുണ്ട്, ആ മാങ്ങപ്പിലിട്ടതുണ്ട്. എന്താ വേണ്ട വെച്ചാൽ എടുക്കാം. അപ്പോൾ മാങ്ങപ്പിലിട്ടത്, അച്ചാറ്, അതുപോലെ തന്നെ മുട്ട റോസ്റ്റ്, മോരുകൂട്ടാൻ, മുരിങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വിശേഷം കുറച്ചുണ്ട് താളിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.